മധ്യവേനലവധിക്കാലം ഫലപ്രദമായി ഉപയോഗിക്കാൻ കുട്ടികൾക്കായി ഒല്ലൂർ ആലങ്ങാട് ജനതാ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ചെസ് പരിശീലനവും മിനി ടൂർണമെന്റും സംഘടിപ്പിച്ചു. വീട്ടകങ്ങളിലും സ്മാർട്ട് ഫോണുകളിലും മാത്രം ഒതുങ്ങാതെ കുട്ടികളുടെ മാനസികക്ഷമത പരിപോഷിപ്പിക്കുകയാണ് ലക്ഷ്യം. ക്രിസ്മസ് കാലത്ത് തുടങ്ങിയ ചെസ് പരിശീലനത്തിന്റെ തുടർച്ചയായാണ് വലിയ അവധിക്കാലത്തും ചെസ് പരിശീലനവും മിനി ടൂർണമെന്റും നടത്തിയത്. ടൂർണമെന്റിൽ അതിഥി അരുൺ, അഞ്ജന സജീഷ്, ആഗ്നസ് തെരേസ ആന്റണി, ആൻസൺ ആന്റണി, സച്ചിൻ ഹരിപ്രസാദ്, സൂര്യനാരായണൻ, അശ്വന്ത് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. കെ വിജയ്കുമാറാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. വായനശാല കേന്ദ്രീകരിച്ച് നടത്തിയ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രോഗ്രാമിന് രവി വാര്യർ നേതൃത്വം നൽകി. PSC പരിശീലനം അടക്കം നിരവധി പരിപാടികളാണ് വായനശാല നടപ്പിലാക്കി വരുന്നത്. AK ശിവദാസനാണ് വായനശാല സെക്രട്ടറി. KK മണി പ്രസിഡന്റും ചന്ദ്ര പ്രസീത ലൈബ്രറിയനായും പ്രവർത്തിക്കുന്നു. പുതിയ തലമുറ വായനയിൽ നിന്നും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകുന്നതിൻ്റെ വലിയൊരു പ്രശ്നം നമ്മൾ സമൂഹത്തിൽ നിന്ന് നേരിടുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിലെ വായനശാലകളിൽ നിന്നൊക്കെ ഒരു വിഭാഗം വലിയ തോതിൽ കുട്ടികൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഈ കുട്ടികളെ തിരിച്ച് നമുക്ക് എങ്ങനെയാണ് വായനശാലകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള നിരവധി പദ്ധതികൾ കേരള ഗ്രന്ഥശാല സംഘവും നമ്മുടെ ഗ്രന്ഥശാലകളൊക്കെ തന്നെ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ആലങ്ങാട് ജനതാ വായനശാല ഈ മധ്യവേനൽ അവധിക്കാലത്ത് 2-3 കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അതിലൊന്ന് ചെസ്സ് ആയിരുന്നു. ചെസ്സ് ഇന്നിപ്പോൾ ലഹരി ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുമ്പോൾ മറ്റുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സ് അത് ഒരു ലഹരിയായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു തരത്തിലേക്കുള്ള ഒരു വഴിതെറ്റൽ ഉണ്ടാകില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മൾ അവരെ മാക്സിമം ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെസ് പരിശീലനം നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. വലിയ ഒരു പിന്തുണയും സഹകരണവുമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മളൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പ്രാപ്തരാക്കുക എന്ന രീതിയിൽ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. ഈ കണ്ടിന്യൂസ് പ്രോഗ്രാമിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ തിരഞ്ഞെടുപ്പ്, അതിൻ്റെ താല്പര്യമുള്ള ആളുകളെ നമ്മൾ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വളരെ ഒരു വോളണ്ടിയർലി എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ശ്രീ രവി വാര്യർ എന്ന് പറയുന്ന ഒരാളാണ്, തൃക്കൂർ സ്വദേശിയാണ്. അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകുന്നത്. ചെസ്സിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ നാട്ടുകാരൻ തന്നെയായിട്ടുള്ള വിജയകുമാർ K എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ ദീർഘകാലം ചെസ്സ് കളിയും അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ പരിചയമുള്ള ആളാണ്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ ഏതാണ്ട് 25ഓളം കുട്ടികൾ ഇപ്പോൾ ചെസ്സ് പരിശീലനം കഴിഞ്ഞു പോയി. ഇവിടെ ഈ ചെസ്സ് പരിശീലനം കണ്ടപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മറ്റേ കാവലൂരുള്ള കവിതാ വായനശാലക്കാർ അവരും ഒരു ചെസ് ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ചെസ് പരിശീലനം വയ്ക്കുകയുണ്ടായി. ഇനി ഇതൊരു വലിയ പദ്ധതിയായി മാറി അടുത്ത കാലങ്ങളിൽ ഒരു വലിയ ടൂർണമെൻറ്റ് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.